വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഫാമിലി ആയിട്ട് ഒന്ന് മലപ്പുറം വരെ പോവാണ് കേട്ടോ. അപ്പോൾ വെളുപ്പിനൊരു 4:30-5 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഉമ്മായും ബാപ്പായും ഞാനും കൂടെ തിരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് നല്ല കോടമഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അങ്കമാലിയിലെത്തിയിട്ട് അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ ഇറങ്ങിയിട്ട് കഴിക്കായിരുന്നു. നല്ല ചൂട് മസാല ദോശയൊക്കെ കഴിച്ച് ഞാനും ഉമ്മായും വാപ്പായും കൂടെ. അതിനുശേഷം അവിടുന്ന് അവനെ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ കൊച്ചിയിലാണല്ലോ, അപ്പോൾ അവനെ പിക്ക് ചെയ്തു. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടി അങ്ങനെ നേരെ മലപ്പുറം മാറാഞ്ചേരിയിലാണ് കേട്ടോ എൻ്റെ കസിൻ്റെ വീട്. അപ്പോൾ അവിടെ എത്തി. അങ്ങനെ അവിടെ റൂമിലൊക്കെ ഇരുന്ന് അങ്ങനെ ഒരു ദിവസത്തെ യാത്രയായിരുന്നു. ഇരുന്ന് റെസ്റ്റ് എടുക്കുകയാണ്. അങ്ങനെ അവിടുത്തെ ചായ കുടിയും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വൈകിട്ടായപ്പോൾ നേരെ തിരിച്ച് കോഴിക്കോടേക്ക് വന്നു. അങ്ങനെ കോഴിക്കോട് നേരെ ബീച്ചിലേക്കാണ് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മളൊരു സൺസെറ്റിൻ്റെ ടൈമിലൊക്കെ ആയപ്പോഴേക്കും വന്നു. പക്ഷേ എന്താ പറയുക, ക്ലൗഡ്സൊക്കെ ഇരുട്ടിരിക്കുന്നതുകൊണ്ട് സൺസെറ്റൊന്നും അങ്ങനെ കാണാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ നമ്മുടെ ഉപ്പിലിട്ട ഐറ്റംസൊക്കെ ഇങ്ങനെ കുറച്ചൊക്കെ വാങ്ങി അതൊക്കെ ഇങ്ങനെ കഴിച്ച് തിരമാലയൊക്കെ കൊണ്ട് നമ്മളിങ്ങനെ കടൽ ആസ്വദിച്ച് നിൽക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ഐസുരത്തിയൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. നൈറ്റ് ആയപ്പോൾ നമ്മൾ SM സ്ട്രീറ്റിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഉമ്മായിക്ക് 1-2 ചുരിദാറൊക്കെ നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നോക്കി കുറച്ച് ഹൽവ ഷോപ്പിലൊക്കെ കയറി എല്ലാവർക്കും കൊടുക്കാൻ കുറച്ച് ഹൽവയൊക്കെ വാങ്ങി. പിന്നെന്താ, നമ്മൾ നേരെ പാരഗണിൽ വന്ന് പൊറോട്ടയും ചിക്കനൊക്കെ കഴിച്ചിട്ട് റൂമിൽ വന്ന് ഫ്രഷായി. അപ്പോൾ അന്നത്തെ Day 1 അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇതായിരുന്നു Day 2. ആൻഡ് Day 2 എന്ന് പറയുന്നത് അവിടുന്ന് നമ്മൾ ഫ്രഷായിട്ട് ഇറങ്ങി. നമ്മൾ അവിടെ ഒരു വെജ് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അടിപൊളി ഫുഡായിരുന്നു. നമ്മൾ മസാല ദോശയും കേസരിയൊക്കെ കഴിച്ച് അതിനുശേഷം നമ്മൾ അവിടെ ഒരു പഴശ്ശിരാജ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടൊരു ടെമ്പിൾ, ഭയങ്കര ഭംഗിയായിരുന്നു അവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെയൊക്കെ ഇതിൻ്റെ അകത്ത് ആക്ച്വലി ക്യാമറ ഒന്നും അലൗഡ് അല്ല കേട്ടോ. പിന്നെ നമ്മൾ നൈസായിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ അവിടെ ഒരു ഹോൾസെയിൽ ഷോപ്പിൻ്റെ അവിടെ പോയിട്ട് കുറച്ച് ബെഡ്ഷീറ്റ്സ് കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ വീട്ടിലേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഹോൾസെയിൽ ക്ലോത്ത്സൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നമ്മുടെ റഹ്മത്തിൽ വന്നിട്ടായിരുന്നു ബിരിയാണി. ഭയങ്കര തിരക്കായിരുന്നു. 3-3:30 കേട്ടോ ഈ കാണുന്നത്, എന്നിട്ടും ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ വൈകിട്ടായപ്പോൾ SM സ്ട്രീറ്റിൽ വന്നിട്ട് ഒന്നുകൂടെ കുറച്ച് സംഭവങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് 1-2 കമ്മലും പിന്നെ ഞാൻ ഷീ ലോഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു ബൊട്ടീക്ക് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് നേരത്തെ ഓൾറെഡി ഞാൻ കയറിയിട്ടുള്ളതാണ് കേട്ടോ അവിടെ. അങ്ങനെ അവിടെ നിന്ന് 1-2 3 പീസ് സെറ്റൊക്കെ എടുത്ത് പിന്നെ ഒരു ഫ്ലാറ്റ് സാൻഡൽസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കഴിഞ്ഞ് SM സ്ട്രീറ്റിൽ നിന്ന് ഇറങ്ങി നമ്മുടെ ആദാമിൻ്റെ ചായക്കടയിൽ കയറിയിട്ട് 1-2 കടിയും ചായയൊക്കെ കുടിച്ച് പിന്നെന്താ ഞാനിങ്ങനെ ജസ്റ്റ് ലോഫിൽ ഇപ്പം നമ്മുടെ മാംഗോ സീസൺ അല്ലായിരുന്നു, അപ്പം മുഷി എന്ന് പറഞ്ഞ ഐറ്റം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഭാഗ്യക്കേടെന്ന് പറയാം, അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. അങ്ങനെ ഇതാണ് വേറൊരു ഐറ്റം, ആക്ച്വലി എൻ്റെ പേര് ഞാൻ മറന്നുപോയി. അങ്ങനെ അതും വാങ്ങി കഴിച്ച് നമ്മളങ്ങനെ കോഴിക്കോട് നിന്ന് വിടുമായിരുന്നു. അങ്ങനെ നൈറ്റിലെ ഡ്രൈവൊക്കെ കഴിഞ്ഞ് നമ്മൾ അങ്ങനെ അന്ന് കൊച്ചിയിലെത്തിയിട്ടുണ്ടായിരുന്നു. നൈറ്റിലൊരു വെജ് റെസ്റ്റോറൻറ്റിലായിരുന്നു കയറിയിരുന്നത്. മസാല ദോശ ആക്ച്വലി തിന്ന് മടുത്ത് കേട്ടോ ഞാൻ. അങ്ങനെ അന്ന് ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്ത് പിറ്റേന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ നേരെ മോർണിംഗിലെ പുട്ടിലാണ് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 11:30-12 മണി ആകാറായി കഴിക്കാൻ. ആക്ച്വലി അവിടെ ഉള്ളവരെല്ലാം ഊണൊക്കെയാണ്. നമ്മൾ 4 പേർക്കും 4 വെറൈറ്റി ടൈപ്പ് ഓഫ് പുട്ടുകളായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ കൂട്ടത്തിൽ ഏറ്റവും ഉമ്മയുടെ കൂട്ടായിരുന്നു കേട്ടോ, കാണാനും അടിപൊളി. അതിനുശേഷം അവിടുന്ന് തിരിച്ച് നമ്മൾ റിന്യൂ സ്കൂൾ ബാറിൽ കയറിയിട്ട് ഒരു അവക്കാഡോ ഷേക്കും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ നമ്മുടെ വാട്ടർ മെട്രോയിലൊന്ന് കയറണമെന്ന് ഉമ്മായിക്ക് ഭയങ്കര ആഗ്രഹം. അങ്ങനെ മട്ടാഞ്ചേരി വാട്ടർ മെട്രോയിൽ. അപ്പോൾ അവിടുന്ന് ഞാനും ഉമ്മായും വാപ്പായും കൂടെ ആയിരുന്നു കേട്ടോ അതിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതിലൊക്കെ കയറി. നമ്മൾ അടുത്ത നെക്സ്റ്റ് വില്ലിങ്ടൺ ഐലൻഡ് സ്പോട്ട് ആക്ച്വലി മറന്നുപോയി കേട്ടോ. അങ്ങനെ അവിടെ പോയി ഇറങ്ങിയിട്ട് നമ്മൾ പിന്നെ ഒരു ടീ ഷോപ്പിൽ കയറിയിട്ട് നല്ല 1-2 കടിയൊക്കെ കഴിച്ച് പിന്നെ ഫിൽറ്റർ കോഫിയൊക്കെ കുടിച്ചു. പിന്നെ എനിക്ക് ഫോറം മോളിൽ കയറേണ്ട ഒരു കൊട്ടി ആവശ്യം ഉണ്ടായിരുന്നു. 1-2 സാധനം വാങ്ങിക്കുന്നുണ്ടായിരുന്നു അവിടുന്ന്. അങ്ങനെ അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ നേരെ തിരിച്ച് ആലപ്പുഴ വഴി അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി കഴിച്ചു. അങ്ങനെ അവിടെ നിന്നും കഴിച്ചു. വരുന്ന വഴിക്ക് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ 3rd നൈറ്റ് ആയിരുന്നു. അങ്ങനെ വി റീച്ച്ഡ് ഹോം സേഫ്ലി. അപ്പോൾ അത്രയേ